ഹായ് മിഷമാരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനത്തെ ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തായിട്ട് കുറേ പല വെറൈറ്റി റംബൂട്ടാനുണ്ട്, അതുപോലെ തന്നെ മാംഗോസ്റ്റോ ഉണ്ട്. അപ്പോൾ അതെല്ലാം ദേ പൂവൊക്കെ ഇട്ടു, പൂവൊക്കെ ഏകദേശം കഴിഞ്ഞു, പിന്നെ കായകളൊക്കെ നിൽക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അങ്ങനത്തെ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ റംബൂട്ടാൻ്റെ അടുത്ത് തന്നെ തുടങ്ങുന്നത് കേട്ടോ. ഇതൊരു കുഞ്ഞ് മൂടാണ് കേട്ടോ. അപ്പോൾ ഓവർ വലുതല്ല, ഇത് ചെറുതാണ് കേട്ടോ. ഇത് എങ്കിലും ഇത് 3-4 പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ എല്ലാം സജ്ജീകരണം ഇതിപ്പോഴും ചെയ്തതാണ് കേട്ടോ. നേരത്തെ വേറെ പൈപ്പായിരുന്നു, അതായത് ചോട്ടിലൂടെ മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇത് ഇവിടെ നിന്ന് വെള്ളം സപ്ലൈ, അതായത് എടുത്ത് നേരെ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഏതാണ് ആ ഫ്രൂട്ട് പ്ലാന്റ് അതിൻ്റെ കൂടെ ചേർത്ത് തന്നെ അതിൻ്റെ മുകളിലോട്ട് എടുത്തിട്ടുണ്ട്, ടോപ്പിലോട്ട്. അതായത് ആ വച്ചിരിക്കുന്ന ആ പ്ലാന്റിനെ കാട്ടി ഏകദേശം ഒരടിയൊക്കെ പൊക്കി ഈ പൈപ്പ് മുകളിൽ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ റൗണ്ട് അടിച്ച് ചെറിയ സ്പ്രേ പോലെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അവരിവിടെ ഈ പ്രാവശ്യം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അതായത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ ഒരുപാട് വീഡിയോ ഞാൻ ഇവിടുത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മാംഗോസ്റ്റൊക്കെ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നതും, അതുപോലെ തന്നെ റംബൂട്ടാൻ നന്നായിട്ടൊക്കെ പഴുത്ത് പല വെറൈറ്റിയിലുള്ള, അതായത് ചുമപ്പ് മഞ്ഞയൊക്കെ റംബൂട്ടാൻ അങ്ങനെ പഴുത്ത് നിൽക്കുന്ന വീഡിയോ വെച്ചാണ് നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോകളെല്ലാം പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം അത് ചെയ്യാൻ ഇങ്ങനെ ഞാൻ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു സജ്ജീകരണം കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലപ്പോൾ പലരും ഇതേപോലെ കൃഷി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്കിലും ഞാനത് ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ ലാസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഞാനൊന്ന് സൂം ചെയ്ത് കറക്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതുകൂടെ ഞാൻ ക്ലിയറായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം റംബൂട്ടാനൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി റംബൂട്ടാനാണ്, നല്ല തായ്ലാൻഡ് റെഡാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതും മാംഗോസ്റ്റാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ സൈഡിൽ നിന്ന് മാത്രമാണ് ഞാൻ പിടിക്കുന്നത് കേട്ടോ. ഇത് അങ്ങോട്ടൊക്കെ ഒരുപാട് റംബൂട്ടാനും മാംഗോസ്റ്റോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോയിരുന്നാലും എല്ലാം ആ പച്ച, അതായത് കുഞ്ഞു കുഞ്ഞു കായ്കളായി സെറ്റായതേ ഉള്ളൂ. അതുപോലെ പിന്നെ എല്ലാത്തിനും വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് മാത്രം ഞാൻ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോകൾ നമ്മളിപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ കണ്ടത്തുകൂടെ, അതായത് ഈ പാടത്തോടെ നമ്മളിങ്ങനെ ഇറങ്ങി, അതായത് ഈ സ്ഥലത്തൂടെ കേട്ടോ, ഈ റംബൂട്ടാൻ്റെ മാംഗോസിൻ്റെ അടുത്തൂടെ എല്ലാം നടന്ന് നമ്മൾ കൊലയായിട്ട് കാഴ്ചടക്കുന്ന റംബൂട്ടാനും, അതുപോലെ നല്ല പഴുത്ത് നിൽക്കുന്ന മാംഗോസ്റ്റും, അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ സെറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ ഇത് കണ്ടാൽ മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നിടത്ത് ഒരുപാട് പഴുത്ത് അങ്ങനെ നിൽക്കുന്ന വീഡിയോ ആണ് നമ്മൾ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ലൈക്കും വ്യൂ ഒക്കെ നല്ലപോലെ കിട്ടി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പിന്നെ ഇപ്പോൾ ഈ ഒരു പച്ചപ്പിലും നമ്മളതങ്ങ് ചെയ്യുന്നത്. ഇത് ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ വെള്ളം ഇങ്ങനെ ആ സ്പ്രേ പോലെ ചെയ്യുന്ന, ചുറ്റി കറങ്ങി ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ അതിപ്പോൾ വെള്ളം അവർ വിട്ടിട്ടില്ല. അതായത് ഇതിൻ്റെ താഴെ ഒരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഒരു ആ ചെടി ആ നിൽക്കുന്ന ആ മാംഗോസ്റ്റിനെ കാട്ടിയും ഏകദേശം 1-1.5 അടിയോളം പൊക്കിയാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വേണമെങ്കിൽ ഇനിയും ഇത് കാലക്രമേണ നമ്മളെ ഈ മരങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലോട്ട് പൊക്കി കൊടുക്കാം. ബാക്കി ഇങ്ങനെ ആ ഒരു ഓസിൻ്റെ ഇതിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നീളം ട്യൂബ്, ഒരു കറുത്ത ട്യൂബാണ് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ ക്ലിയറായിട്ട് കൊടുത്താൽ മതി. പിന്നെ അത് അവിടെ ഇത് മാത്രമല്ല കേട്ടോ, കുരുമുളക് കൃഷിയുണ്ട്, വാഴ കൃഷിയുണ്ട്, എല്ലാ തരത്തിലുള്ള കൃഷികളുമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടിച്ചുള്ളൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ബാലൻസ് വീഡിയോ എന്ന് പറയുന്നത് നല്ലതുപോലെ റംബൂട്ടാനും മാംഗോസ്റ്റെല്ലാം പഴുത്തതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.